ഞാനിപ്പോഴുള്ളത് ഡൽഹിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലാണ്. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലെ കാഞ്ചൻ കുഞ്ചു എന്ന് പറഞ്ഞ പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് പാലായനം ചെയ്തു വന്ന 400-ൽ പരം ആൾക്കാർ താമസിക്കുന്ന ഈ ക്യാമ്പിൽ അന്ന് നമ്മൾ നിർമ്മിച്ചു കൊടുത്ത ഒരു ചെറിയ നമസ്കാര സൗകര്യമാണ് ഈ 2 വർഷവും അവർ നമസ്കാരം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ മാസം പെയ്ത വലിയ കാലവർഷം കാരണമായി ഈ താഴ്ന്ന പ്രദേശത്ത് ഒരുപാട് വെള്ളം കെട്ടുകയും ഒരാഴ്ചയോളം നമസ്കാരം തന്നെ നിന്നുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ഒരാഴ്ച ഇവിടുത്തെ 100ഓളം ചെറുപ്പക്കാർക്ക് നമസ്കരിക്കാൻ ഒരു വകയുമില്ലാതെ അവരുടെ അതായത് ഒരു വിശ്വാസിയുടെ ബേസിക്കൽ നീഡ് എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥന നിർവഹിക്കലാണ്. ആ പ്രാർത്ഥന നിർവഹിക്കാൻ പോലും സ്ഥലമില്ലാത്ത കഷ്ടത അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇന്ന് ആ കഴിഞ്ഞ വർഷം നമ്മൾ 2 വർഷത്തിന് മുമ്പ് നിർമ്മിച്ചു കൊടുത്ത ആ സ്ഥലം നമ്മൾ പുനർനിർമ്മിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ അറിയാം, മുള, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിവയൊക്കെ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഈ നിർമ്മാണത്തിൽ പിന്നെ അടുത്ത് തന്നെ ആൾക്കാർ പിന്നെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 ദിവസം കൊണ്ട് ഇത് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. നിർമ്മിച്ചു തീരും. വലിയൊരു പള്ളി അല്ല, പക്ഷേ യഥാർത്ഥത്തിൽ നമസ്കാരം 100 പേർക്ക് നിന്ന് നമസ്കരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഷെഡിന്റെ മാതൃകയിലുള്ള ഒരു പള്ളിയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. സത്യത്തിൽ പറഞ്ഞാൽ ഈ നമസ്കാരം നിർവഹിക്കുന്നതിന് യാതൊരു നിർവാഹവുമില്ലാതെ ഒരാഴ്ച ഇവിടെ തള്ളി നീക്കുന്ന ആ സാഹചര്യത്തിലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അറ്റൻഷൻ ശരിയായ രീതിയിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ 2 ദിവസമായി നമ്മുടെ തന്നെ നേരിട്ട് ഇടപെട്ട് ഓരോ മെറ്റീരിയലും കളക്ട് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ അറിയാം, 24 അടിയോളം നീളമുള്ള വലിയ മുളകൾ സെലക്ട് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് 2 ദിവസം കൊണ്ട് നിർമ്മിച്ച് തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും നൽകുന്ന പിന്തുണ, ആ പിന്തുണയിൽ നിന്നാണ് ഈ ഒരു അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായി മുമ്പോട്ട് വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഈ രാജ്യത്ത് വന്ന 36,000-ഓളം അഭയാർത്ഥികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ഈ ക്യാമ്പുകളിൽ എത്രയും പെട്ടെന്ന് സന്ദർശനം നടത്താനും നിങ്ങൾ തയ്യാറാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.